ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തായാലും വിജയ് അല്ലാതെ മറ്റൊരു ചോയ്സ് ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ വിജയ്ക്ക് ഏത് രീതിയിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ പറ്റും? 11 സീറ്റുകളുടെ ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ അത് നികത്തുവാൻ അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണല്ലോ. ഞാൻ അത്രയധികം പ്രയാസം ഫോർസി ചെയ്യുന്നില്ല ശ്രീ മഞ്ജുഷ്. യഥാർത്ഥത്തിൽ ഒരു സ്വാഭാവിക ചോയ്സായി ഇപ്പോൾ വരുന്നത്, ഇലക്ട്രൽ വേർഡിക്റ്റ് അനുസരിച്ച് വരുന്നത് വിജയിന്റെ പാർട്ടി തന്നെയാണ്. തമിഴക വെട്രി കഴകം 108 സീറ്റ്, അതിൽ നിന്നും ഒരു സീറ്റ് തട്ടിക്കഴിക്കേണ്ടി വരും. വിജയ് 2 സീറ്റിൽ വിജയിച്ചു, ഒരു സീറ്റ് തട്ടിക്കഴിക്കുമ്പോൾ 107 സീറ്റുകൾ. ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റുകളാണ്. അപ്പോൾ 11 സീറ്റിന്റെ കുറവ് നികത്തണം എങ്കിൽ 2-3 മാർഗങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു ന്യൂനപക്ഷ സർക്കാർ തന്നെ രൂപീകരിച്ച് മുന്നോട്ട് പോയാലും DMK-ക്കും AIADMK-ക്കും ഒരുമിച്ച് ഒരു കാര്യത്തിലും നിൽക്കാനാവില്ല. അത് രാഷ്ട്രീയ ആത്മഹത്യാപരമായിരിക്കും. വേണ്ടി വന്നാൽ ഒരു ന്യൂനപക്ഷ ഗവൺമെന്റ് രൂപീകരിച്ചുകൊണ്ട് പോലും വിജയിന് മുന്നോട്ട് പോകാവുന്ന ഒരു അന്തരീക്ഷമാണ്. ആരും തന്നെ അത് പാലം വലിക്കാൻ തയ്യാറാവില്ല. പിന്നെ നമ്പേഴ്സ് ഒപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് 5 MLA-മാർ, അത് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ CPI-ക്ക് 2, CPM-ന് 1, മുസ്ലിം ലീഗിന് 2, അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഈ 3 കക്ഷികൾക്കും അതുപോലെ VCK-ക്ക് 2, അങ്ങനെ 11, 2, 13 സീറ്റുകൾ പേരുടെ സപ്പോർട്ട് ഉറപ്പായി വിജയന് ലഭിക്കാവുന്നതാണ്. അതാണ് നമ്പേഴ്സിന്റെ ഗെയിം. ഇനി ഹൗ ഡു യു ഇന്റർപ്രറ്റ് ദ മാൻഡേറ്റ്? ഇവിടെ ഒരു മാൻഡേറ്റ്, വ്യക്തമായ ഒരു മാൻഡേറ്റ് വിജയിന് അനുകൂലമായി ലഭിച്ചു. കാരണം തമിഴ് മക്കൾ ഒരു രക്ഷകനെ തേടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം തമിഴകത്ത് എപ്പോഴും വീരാരാധന വളരെ പ്രധാനമാണ്. അത് സംഘകാലം മുതൽ തന്നെ ഈ വീരാരാധനയുണ്ട്. ഈ വീരൻ എന്നൊരു സങ്കല്പം ഒരു തമിഴകത്തിന്റെ ഒരു സ്വത്വം തന്നെയാണ്. സംഘ ചരിത്രമൊക്കെ നമ്മൾ വരുന്നു നോക്കിയാൽ അവിടെ എപ്പോഴും ഈ എറുതഴുതൽ, മഞ്ചു വിരട്ടൽ, അതായത് കാളയുമായി ബന്ധപ്പെട്ട മത്സര ഇനങ്ങളാണ്. ഇപ്പോൾ അത് ജല്ലിക്കെട്ട് എന്ന് പറയുന്ന മത്സരത്തിന്റെ മുൻരൂപം. അപ്പൊ ശക്തി കാണിക്കുക, ഒരു മാസ് ഡയലോഗുകൾ, മാസ് ആക്ടിവിറ്റി, അതിൽ നിന്നുണ്ടാകുന്ന വീരപരിവേഷം, അതിപ്പോൾ സിനിമ 21-ാം നൂറ്റാണ്ട് വന്നപ്പോൾ 20-21-ാം നൂറ്റാണ്ടിൽ ആ മാസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് സിനിമയിലൂടെയാണ്. അപ്പോൾ റിയൽ ലൈഫ് എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് രണ്ടും വേർതിരിച്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് MG രാമചന്ദ്രൻ. അതൊക്കെ മുന്നേ തന്നെ കരുണാനിധി രംഗത്ത് വന്നിരിക്കുന്നു. അതിനുശേഷം ജയലളിത ഒരു മാസ് എൻട്രി അല്ലേ. അവിടെ സമീപകാലത്ത് ഒരു സിനിമാ താരത്തെ പിന്നോട്ടടിച്ച കാര്യം രജനീകാന്ത് കലപ്പയ്ക്ക് കൈവച്ച് ഉടൻ പിന്മാറി. അതായത് രംഗത്തേക്ക് ഇറങ്ങിയില്ല. അദ്ദേഹത്തിന് ഒരു ഭയാശങ്ക പോലെ തോന്നി. വിജയകാന്ത് രംഗത്തിറങ്ങി കുറെയൊക്കെ ചലനങ്ങൾ സൃഷ്ടിച്ചു, മുഖ്യ പ്രതിപക്ഷ സ്പേസിലേക്ക് വന്നു. പക്ഷെ അത് അധികകാലം നീണ്ടുനിന്നില്ല. പിന്നെ ഉള്ളത് മക്കൾ നീതി മയ്യം, കമലഹാസൻ വന്ന മക്കൾ നീതി മയ്യമാണ്. ഇതൊക്കെ തന്നെ പരാജയപ്പെട്ടപ്പോൾ ഒരു പുതിയ എൻട്രൻസിന് തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കില്ല എന്ന ഒരു ചിന്ത. കാരണം എന്തുകൊണ്ടാണ്? AIADMK ഒക്കെ ഉണ്ടായത് DMK-യിൽ നിന്ന് കണ്ടാണ്. അല്ലാതെ MGR ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയെന്നല്ല. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഒരു പോക്കിൽ വിയോജിപ്പ് തോന്നിയ MG രാമചന്ദ്രൻ ഒരു പുതിയ പാർട്ടി അതിൽ നിന്നും കൊണ്ടുവന്നതാണ്. അപ്പോൾ ഓൾറെഡി ഒരു ബേസ് ഉണ്ട്, ഒരു വോട്ട് ബേസ് ഉണ്ട്, ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. അദ്ദേഹത്തിന് ആ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിഞ്ഞു. പക്ഷെ വിജയിന്റെ കാര്യം അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിജയിന്റെ വിജയം എന്നെ ഓർമ്മിപ്പിക്കുന്നത് 2 വൻപൻ വിജയങ്ങളെയാണ്. ഒന്ന് 1983 നന്ദമൂരി താരക രാമറാവു, NT രാമറാവു ആന്ധ്രാപ്രദേശിൽ നേടിയ ഭയങ്കര വലിയ അതിഗംഭീരമായ വിജയമാണ്. അത് കോൺഗ്രസിന്റെ തേർവാഴ്ച ഉണ്ടായിരുന്ന ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളെ കട്ടപുരക്കിക്കൊണ്ട് TDP ജയിച്ചു വരിക, തെലങ്കാന പാർട്ടി ജയിച്ചു വരികയാണ്, തെലുങ്കുദേശം പാർട്ടി ജയിച്ചു വരികയാണ്. അതാണ് അവിടെ ഓർഗനൈസേഷനേ ഇല്ലായിരുന്നു. ഫാൻ ക്ലബ്ബുകളെ വെച്ചുകൊണ്ടാണ് NTR മുന്നോട്ട് പോയത്. ഇവിടെ വിജയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മന്ത്രങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻ ക്ലബ്ബുകൾ, ഈ ഫാൻ ക്ലബ്ബുകൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ഇത് മുൻകൂട്ടി അറിയുവാൻ ആർക്കും സാധിച്ചില്ല എന്നല്ലേ കണക്കാക്കേണ്ടത്? ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പോലും ആ രീതിയിലേക്ക് വന്നിരുന്നില്ല. 1-2 എക്സിറ്റ് പോളുകൾ മാത്രം ഇങ്ങനെ ഒരു കൂറ്റൻ സംഖ്യ TVKക്ക് വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജയമായി പോയത് സംശയമില്ലല്ലോ. അതെ,
യാതൊരു സംശയവുമില്ല. കാരണം എക്സിറ്റ് പോളുകളൊക്കെ കോറിയിട്ട ചിത്രം അനുസരിച്ച് ഒരു എക്സിറ്റ് പോള് മാത്രമേ ഇത് പറഞ്ഞുള്ളൂ. അപ്പൊ മറ്റെല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് വിജയിന്റെ പാർട്ടിക്ക് 10 സീറ്റ് മുതൽ 15 സീറ്റ് വരെ, ചിലത് പറഞ്ഞു 0 മുതൽ 10 വരെ പറഞ്ഞവരുണ്ട്. ഇനി 30 സീറ്റ് പരമാവധി പറഞ്ഞവരുണ്ട്. ഏതോ ഒരു പോളിൽ കണ്ടു 45 50 സീറ്റുകൾ വരെ. പക്ഷെ ആരും തന്നെ 100 കടന്നുള്ള നമ്പർ പറഞ്ഞില്ല. ഒരു ടൈം ഒരു പോൾ ഒഴിച്ച് മറ്റെല്ലാം തന്നെ ആ പോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് വിജയന് ഒരു സാധ്യത നൽകിയില്ല. പക്ഷേ വിജയൻ ജയിച്ചു വരാൻ തക്ക കാരണമുണ്ടായത് ഫാൻ ക്ലബ്ബുകൾ മതിയായിരുന്നു. ഒരു പാർട്ടിയുടെ കേഡർ സംവിധാനം ആയി അവർ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ കാണാം. ഇനി ഇപ്പോഴാണ് പാർട്ടി ബിൽഡ് ചെയ്യേണ്ടത്. 2 വർഷമായി. പക്ഷെ ഇപ്പോഴും ഒരു പാർട്ടി എന്ന നിലയിൽ തമിഴക വെട്ടറി കഴകം ഇപ്പോഴും ശൈശവ ദിശയിലാണ്. ഒരു കേഡർ ബേസ് ഉണ്ടാകണം, ഓർഗനൈസേഷൻ മെഷീനറി ഉണ്ടാകണം. പല പാർട്ടിയിൽ നിന്നും കടന്നു വന്ന ആളുകളാണ് ശ്രീ മഞ്ജുഷ്, അല്ലാതെ ജൈവികമായി വളർന്നു വന്ന ആളുകളൊന്നുമല്ല. ഈ ഫാൻ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞ പല ആദർശങ്ങളുള്ളവരുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ ചോദ്യം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് എങ്ങനെ ഭരിക്കുമെന്നതല്ല. ആദ്യത്തെ ചോദ്യം, വാട്ട് ഡസ് മിസ്റ്റർ വിജയ് സ്റ്റാൻഡ് ഫോർ? എന്തിനു വേണ്ടിയാണ് ശ്രീ വിജയ്, വെറും വിജയ് അല്ല, ജോസഫ് വിജയ് എന്നുകൂടി പറയേണ്ടി വരും. കാരണം അതൊരു സംശയമാണ്. അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഉൾപ്പെടെ വോട്ടുകൾ നേടിയെടുക്കാൻ ആ ജോസഫ് എന്ന ആ ഒരു പ്രിഫിക്സിന് കഴിഞ്ഞു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. DMKയുടെ ദളിത് വോട്ട് ബേസിന്റെ ഒരു നല്ല പങ്ക് അടർത്തിയെടുക്കാൻ കഴിയുന്നു. യങ്സ്റ്റേഴ്സിന്റെ ജെൻസിയുടെ ഒരു വലിയ സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിയുന്നു. അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്നു. അങ്ങനെ DMKയുടെ വോട്ട് ബേസിനെ വലിയ തോതിൽ ആകർഷിക്കാൻ കഴിഞ്ഞതാണ് DMKയുടെ പതനം. സ്റ്റാലിന്റെ ഉൾപ്പെടെ ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. അതിനൊരു പകരക്കാരെ, ഒരു ഓൾട്ടർനേറ്റീവ് തേടുകയായിരുന്നു തമിഴ് ജനത. അപ്പോൾ ആ വോട്ടുകൾ വിജയിലേക്കാണ് വന്നത്, അണ്ണാ DMK BJP സഖ്യത്തിലേക്കല്ല. അതാണ് ഇപ്പോഴത്തെ പൊതുവെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.